ഹണി റോസ് ബ്യൂട്ടി വേഡ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കമ്പർ ഉപയോഗിച്ചുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ജെൻസിനായിരുന്നാലും ലേഡീസിനായിരുന്നാലും അതുപോലെ തന്നെ ടീനേജേഴ്സിനായിരുന്നാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സ്കിന്നിനും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ കുക്കമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കുക്കമ്പർ ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സലാഡ് വെള്ളരിയെന്നും കക്കിരിയെന്നും ഒക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ ഇതായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കമ്പറാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്താലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സർക്കിളിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കറുത്ത പാടുകളും അതുപോലെ നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഉണ്ടാകുന്ന പാടുകൾ ഉണ്ടാവില്ല, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഓയിലിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കുക്കമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ടോണറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒന്നാണ് ഈ കുക്കമ്പർ ജ്യൂസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് വെക്കുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ കുക്കമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് ഈ കുക്കമ്പറിനെ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് ആക്കി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ജ്യൂസ് ആക്കാം. ഞാൻ പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുത്താണ് ജ്യൂസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള കുക്കമ്പർ ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് റെഡി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ എൻ്റെ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുക്കമ്പർ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് വീറ്റ് ഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാനും നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് വീറ്റ് പൗഡറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ വീറ്റ് മുഴുവനായിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്തെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ വീറ്റ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീറ്റ് പൗഡർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂൺ ഇതിലേക്ക് നന്നായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടാതെ വേണം ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കർഡാണ്, അതായത് തൈര്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കർഡ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ഒരു സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്റ്റും നല്ല ഒരു ലൈറ്റനിങ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് ഒരു ആൻറ്റി ഫംഗൽ ഇതും കൂടിയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആൻറ്റി ഫംഗലിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ തൈര് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തൈര് മാക്സിമം അവോയ്ഡ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്ന രൂപത്തിൽ നമുക്ക് എടുക്കാം. അതിനായിട്ട് ഞാനിത് ഗ്യാസിലേക്ക് വെച്ച് നന്നായിട്ട് കുറുകുന്നത് വരെ നമുക്ക് റെഡി ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രീം ഫോമിലാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരുന്ന ആ ഒരു ഫോം ആകുമ്പോൾ നമുക്കിത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഇടാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ തണുത്ത് കഴിഞ്ഞു. തണുത്തതിന് ശേഷം ഞാൻ ഇതിനെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നിങ്ങൾ ഇത് റെഡി ചെയ്തെടുക്കേണ്ടത്. എന്നതിന് ശേഷം നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾത്താനി മിട്ടിയാണ്. അപ്പോൾ മുൾത്താനി മിട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മുൾത്താനി മിട്ടി ഞാൻ ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൾത്താനി മിട്ടി നമുക്ക് ആഡ് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റൻ കിട്ടാനൊക്കെ നല്ലൊരു ലൈറ്റനിങ് ഫീലൊക്കെ കിട്ടും. അത് മാത്രമല്ല നമുക്ക് ആ ഒരു നല്ലൊരു സ്കിന്നിന് നല്ലൊരു കളർ ചേഞ്ച് കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്കിത് ആഴ്ചയിൽ നമുക്ക് 2 വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. ഇതിൽ ഒരിക്കലും കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്കിന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഫേസ്
ഫേസ് എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഫേസിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മോർണിംഗ് ടൈമിൽ ആണ് ഈ ഫേസ് പാക്ക് ഞാൻ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത് നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ, അപ്പോൾ നമ്മളിപ്പോൾ മുൾത്താണി മിട്ടിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ആവും. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ സാഗിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കണ്ണിൻ്റെ അടിയിൽ നിന്ന് ആയെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രോബ്ലം വരത്തില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് അവിടേക്ക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫേസ് പാക്ക് ഫുൾ കവർ ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിന് മാത്രമായിട്ട് ഇടരുത്, നമ്മുടെ കഴുത്തിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഡ്രൈ ആകും. എന്നതിന് ശേഷമാണ് നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫേസ് പാക്ക് അല്ലാതെ തുടച്ച് മാറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുക. അത് മാത്രമല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കായിരുന്നാലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിരുന്നാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ഒരു റിസൾട്ട് ഉണ്ട്. ഞാൻ പാക്ക് തുടച്ച് മാറ്റിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. അത് മാത്രമല്ല, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് തന്നെ. അപ്പോൾ അത്രത്തോളം നല്ല എഫക്റ്റീവാണ്. പക്ഷേ ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ സ്കിന്നിന്. അതുപോലെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ചാനലിന് വേണ്ടി നമ്മൾ ഓരോ ഫേസ് പാക്കുകളെല്ലാം ഇങ്ങനെ ഓരോന്നും ഞാൻ എൻ്റെ ഫേസിലിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ നെക്കായിരുന്നാലും ഫേസ് ആയിരുന്നാലും ഒരുപോലെ കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വിജയത്തിലെത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി കളർ കുറവാണ്, ഇനി എൻ്റെ ഫേസിലുണ്ടെന്ന ഡാർക്ക് സ്പോട്ട്സ് ഒന്നും മാറുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.